നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ലോകമെല്ലാം തകരുമ്പോൾ എല്ലായിടത്തുമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞു. സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അതിൻ്റെ തെളിവായിട്ട് ഞങ്ങൾ പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതല്ല, റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 328% കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് 370% കടന്നിരിക്കുന്നതാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ എപ്പോഴും 90% താഴെയായിരിക്കണം. അതായത് 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 90 രൂപ മാത്രമേ നിങ്ങൾ കടമെടുക്കാൻ പാടുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പക്ഷേ ലോക രാജ്യങ്ങൾ മൊത്തം കടമെടുത്തിരിക്കുന്നത് 100 രൂപ വരുമാനമുള്ളപ്പോൾ 328% കടമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ തകരുമ്പോൾ അത് മാത്രമല്ല, ലോകമെന്നും പ്രക്ഷോഭങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് അരങ്ങേറി വരികയാണ്. വലിയൊരു ശതമാനം, ഗണ്യമായ ശതമാനം രാജ്യങ്ങളിലും, എല്ലാ പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രക്ഷോഭങ്ങൾ പല രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്, കലാപങ്ങൾ. ഓക്കെ, ബംഗ്ലാദേശിലെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ നേപ്പാളിലെ കാര്യമൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ലോകമെല്ലാം തകരുമ്പോൾ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും? കേരളത്തിന് എന്ത് സംഭവിക്കും? കേരളത്തിലെ ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും? അതാണ് ഈ വീഡിയോയിൽ ഞാൻ കാത്തു വച്ചിരിക്കുന്ന ചോദ്യം. നിങ്ങൾ ഉത്തരം പറയുക. അതായത് കേരള ഗവൺമെൻറ് ശമ്പളം കൊടുക്കാനും കടമെടുത്ത തുകയുടെ പലിശ കൊടുക്കാനും കടമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും. അപ്പോൾ ഇവർക്ക് കടം കിട്ടാതാവുമോ? ഈ ലോകമെല്ലാം തകരുമ്പോൾ ഇന്ത്യയെ അത് ബാധിക്കും. അത് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഈ അമേരിക്ക പല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മറ്റൊരു വശത്തൂടെ കോംപ്രമൈസ് സംഭവങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ പുതിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പുതുതായിട്ട് അമേരിക്കയിലോട്ട് വിസ കിട്ടണമെങ്കിൽ 1,00,000 രൂപയല്ല, $, എന്ന് പറഞ്ഞാൽ 88 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അങ്ങനെയൊക്കെ എന്തോ ഒരു ഫീസ് പുതിയതായിട്ട് ഏർപ്പെടുത്തി. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, ഇന്ത്യക്കാരെ മുഴുവൻ അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടക്കുഴപ്പമാണ് ലോകത്തിലും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരമാണ് ഈ വിസ കൊണ്ടുള്ള യുദ്ധം, കറൻസി കൊണ്ടുള്ള യുദ്ധം ഒരു പരിധിവരെ നടക്കുന്നുള്ളത് കണ്ട് താരിഫ് യുദ്ധം തുടങ്ങി. അതും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വിസ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയും ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ലോകമെല്ലാം തകരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രശ്നം ഉണ്ടാവുമ്പോൾ കേരള ഗവൺമെൻറ്റിനും പ്രശ്നമുണ്ടാവും. കേരള ഗവൺമെൻറ്റിനും പല സ്ഥലത്തുനിന്നും കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും ശമ്പളം മുടങ്ങും. ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയാൽ എന്ത് ചെയ്യും? എന്താ പറ്റുക? അവർക്ക് ബാങ്കിൽ EMI മാസ തവണ, അതായത് പല ലോണുകൾ എടുത്തവരായിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും. അതിൻ്റെ കണക്ക് വേറെ വന്നിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് തന്നെ കണക്ക് വന്നിട്ടുണ്ട്. 65% കുടുംബങ്ങളും, കേരളത്തിലെ മലയാളി കുടുംബങ്ങൾ 65% കടക്കെണിയിലാണ്. ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. അതേസമയം നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്തവരുടെ കണക്കാണ് ഇത്.
നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കടമെടുത്തവരുടെ എണ്ണവും കൂടെ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 90% കുടുംബങ്ങളും മലയാളി കുടുംബങ്ങളും അനൗദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് കടക്കെണിയിലാണ്. അപ്പോൾ ഈ ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുമല്ലോ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരായ 90% പേരും ലോൺ എടുത്തവരായിരിക്കും. അവർ മാസത്തവണ അടയ്ക്കാൻ പറ്റാതാവും അവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതായത് EMI അടയ്ക്കാൻ പറ്റിയില്ല, ഈ ഉപഭോക്താക്കൾക്ക് ജനങ്ങൾക്ക് EMI മാസത്തവണ ബാങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഏത് ബാങ്കും പൊളിയും. അപ്പോൾ ജപ്പാന് കടം കിട്ടാതെ വന്നു. ഓക്കെ, ജപ്പാന് കടം കിട്ടാതെ വരികയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിന് കടം കിട്ടാതെ വരുമോ? ലോകമെല്ലാം തകരുകയാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് പ്രശ്നമാണ്, ആരും കടം കൊടുക്കാതാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉള്ളിൽ ഈ ശമ്പളം മുടങ്ങും. കേരള ഗവൺമെൻറ്റിന് കടമെടുക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ശമ്പളം മുടങ്ങും, അത് ഉറപ്പാണ്. ശമ്പളം മുടങ്ങിയാൽ EMI അടയ്ക്കാൻ പറ്റാതാവും, ബാങ്കുകൾ പൊളിയും. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരവായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതായത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കേരള ഗവൺമെൻറ്റിന് കടം കിട്ടാതെ വരുമോ? കേരള ഗവൺമെൻറ്റിന് കടം കിട്ടാതായാൽ EMI മുടങ്ങുമ്പോൾ ബാങ്കുകൾ പൊളിയുമോ? ഈ ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് ഞങ്ങൾ പിൻവാങ്ങുന്നത്. മറുപടി നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം, ശുഭദിനം.